ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകളുടെ 8ാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്താണ്? ഒരു സർക്കിളിലേക്ക് പുറത്തെ ഒരു പോയിന്റിൽ നിന്നും 2 ടാൻജൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അതായത് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. സെന്ററിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് ഒരു പോയിന്റിലേക്കുള്ള ദൂരം തരും. 5 സെന്റിമീറ്റർ ആണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ടാൻജൻസ്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഈ ടാൻജന്റിന്റെ നീളം എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് സ്കെയിൽ കൊണ്ട് അളക്കാം, പക്ഷെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ റേഡിയസും ടാൻജന്റും പെർപെൻഡിക്കുലറാന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ നമുക്കിവിടെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് കിട്ടി. അപ്പൊ പൈതഗോറസ് തത്വം എന്താണ് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ ഇവിടെ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ്, അതായത് 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് കർണം. ഇപ്പൊ 5 സ്ക്വയർ ഈക്വൽ ടു, പാദമായിട്ട് 2നെ എടുക്കാം, 2 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എ സ്ക്വയർ നമുക്ക് അറിയത്തില്ല. അപ്പൊ 25 ഈക്വൽ ടു 4 പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. അല്ലെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു ഈ പ്ലസ് 4 അപ്പുറത്ത് പോകുമ്പോൾ -4 ആവും. അപ്പൊ 25 - 4 ഈക്വൽ ടു 21 എന്ന് കിട്ടി അല്ലെ. അല്ലെങ്കിൽ എ ഈക്വൽ ടു √21. ഈ സ്ക്വയറിനെ കളയാൻ വേണ്ടി നമ്മൾ റൂട്ട് ഇടുന്നു. അപ്പൊ √21 ആണ് ഈ ടാൻജന്റിന്റെ നീളം. അപ്പൊ ഇങ്ങനെ നമുക്ക് ടാൻജന്റിന്റെ നീളം കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞിരുന്നു, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരയ്ക്കാൻ മാത്രമേ ചോദിക്കത്തുള്ളൂ, ചിലപ്പോൾ ഈ ടാൻജന്റിന്റെ നീളം കൂടെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡിൽ ചെയ്യുക. ഇനി ഈ ഇതിലൊക്കെ നമ്മൾ പുറത്ത് ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ടാൻജൻസ് വരച്ചിരിക്കുന്നത്. ഇനി പുറത്ത് കൂടുതൽ പോയിന്റ്സിൽ നിന്ന് ടാൻജൻസ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഇവിടെ സർക്കിളിൽ 4 പോയിന്റ്സിൽ നിന്നാണ് ടാൻജൻസ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് എ, ബി, സി, ഡി, 4 പോയിന്റ്സിൽ നിന്ന് ടാൻജൻസ് വരച്ചിട്ടുണ്ട്. എയിൽ നിന്ന് ഈ പോയിന്റിലേക്കും ടാൻജൻസ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 4 പോയിന്റ്സിൽ കൂടെയാണ് ടാൻജൻസ് പോയിരിക്കുന്നത് അല്ലെ. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇത് അടുത്ത പോയിന്റ്, ഇത് അടുത്ത പോയിന്റ്, 4 പോയിന്റ്സിൽ കൂടെ ടാൻജൻസ് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു, പുറത്തെ ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് 2 ടാൻജൻസ് വരയ്ക്കാമെന്നും അവയുടെ ലെങ്ത് സെയിം ആണെന്നും പഠിച്ചു. അപ്പോൾ ഞാൻ ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളത്തിന് സ്മോൾ ലെറ്റർ പി എന്ന് എടുക്കുകയാണ്. അപ്പൊ ഇതും പി തന്നെയല്ലേ. ഇനി ബി എന്ന പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് ഉണ്ടല്ലോ, ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും അല്ലെ. അത് ക്യൂ എന്ന് എടുക്കുകയാണ്, സ്മോൾ ലെറ്റർ ക്യൂ. ഇനി സി എന്ന പോയിന്റിൽ നിന്ന് താഴോട്ടും ഉണ്ട് ഇടത്തോട്ടും ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ ആർ എന്നെടുക്കുക. ഇനി ഡി എന്ന പോയിന്റിൽ നിന്നും അതേപോലെ 2 ടാൻജൻസ് ഉണ്ട്, അതിനെ സ്മോൾ ലെറ്റർ എസ് എന്നും എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സൈഡിനെ കംപ്ലീറ്റ് ആയിട്ട് എ എന്ന് ഞാൻ കൊടുക്കുകയാണ്, ഈ സൈഡിനെ കംപ്ലീറ്റ് ആയിട്ട് ബി എന്നും കൊടുക്കുകയാണ്, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് സി എന്നും കൊടുക്കുന്നു, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡി എന്നും കൊടുക്കുന്നു. എന്തെങ്കിലും റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാവോ എന്നാണ് നോക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് സൈഡുകളുടെ സം, ഇതൊരു ക്വാഡ്രിലാറ്ററലാണല്ലോ ABCD. ഈ ഓപ്പോസിറ്റ് സൈഡുകളുടെ സം ഒന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അതായത് എ പ്ലസ് സി ആദ്യം നമുക്ക് കാണാം. ഈ എ ഓപ്പോസിറ്റ് സൈഡ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ സി. അപ്പൊ എ എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ ആണല്ലോ, പ്ലസ് സി എന്ന് പറയുന്നതോ ആർ പ്ലസ് എസ് അല്ലേ. ഇനി ഇത് 2 ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ, ബിയും ഡിയും. അപ്പൊ ബി പ്ലസ് ഡി ഒന്ന് കണ്ടു നോക്കാം. ബി എന്താണ്? ബി എന്ന് പറയുന്ന ക്യൂ പ്ലസ് ആറും ഡി എന്ന് പറയുന്ന പി പ്ലസ് എസും അല്ലേ. എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ? പി ഉണ്ട് ഇവിടെ, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്, എസ് ഉണ്ട്. ഇവിടെയും പി, ക്യൂ, ആർ, എസ്, 4 വന്നില്ലേ. 4ന്റെ കൂടെ സം അല്ലേ. അപ്പൊ ഇത് 2 ഈക്വൽ അല്ലേ. അപ്പൊ നമുക്ക് എന്തെഴുതാം? എ പ്ലസ് സി ഈക്വൽ ടു ബി പ്ലസ് ഡി എന്ന് എഴുതാവല്ലോ. അതായത് സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. സം ഓഫ് the
ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇനി നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പഠിച്ചു, ചക്രീയ ചതുർഭുജം അല്ലെ. അതിനകത്ത് എന്താ പ്രോപ്പർട്ടി പറയുന്നത്? ഇതാണ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെ, അതായത് സർക്കിളിനകത്താണ് ക്വാഡ്രിലാറ്ററൽ. ഇതങ്ങനെയാണോ? ഇത് ടാൻജൻസ് ആണ്, സർക്കിളിന്റെ പുറത്താണ് ക്വാഡ്രിലാറ്ററൽ. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആണ്. അപ്പൊ ഇത് എ ബി സി ഡി ആണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആണ്. അതേപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡിയും 180 ആണ്. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ഇതിനകത്ത് ടാൻജൻസ് വരുമ്പം സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. വശങ്ങളുടെ തുക, എതിർവശങ്ങളുടെ തുക തുല്യമായിരിക്കും. ഇവിടെ എതിർ കോണുകളുടെ തുക 180 ആയിരിക്കും, 180 ആയിരിക്കും. ഇനി നമുക്ക് പേജ് നമ്പർ 182 ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: In the figure, a triangle is formed by two perpendicular tangents and a third tangent to a circle. ഇവിടെ 3 പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് പ്രൂവ് ദാറ്റ് ദ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ദി സം ഓഫ് ദി ലെങ്ത്സ് ഓഫ് ദി പെർപെൻഡിക്കുലർ ടാൻജൻസ്. അപ്പൊ ആദ്യം ഒന്നാമത്തെ പാർട്ട് നമുക്ക് ചെയ്യാം. ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് പെർപെൻഡിക്കുലർ ടാൻജൻസ് എന്ന് ഉദ്ദേശിച്ചത്. ഇങ്ങോട്ടേക്ക് ഒരു ടാൻജന്റും ലെഫ്റ്റ് മുകളിലേക്ക് ഒരു ടാൻജന്റും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ കൂടെ ഉള്ള ഒരു ടാൻജന്റ് ആണ്, ഒരു തൊടുവരയാണ്. അപ്പൊ ഇവിടെ എത്ര പോയിന്റ് വന്നിട്ടുണ്ട് പുറത്ത് എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന ടാൻജൻസിന്റെ ആ പോയിന്റിനെ നമുക്ക് എ എന്ന് എടുക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ടാൻജന്റ്. അപ്പൊ ഈ പോയിന്റിൽ കൂടെയാണ് ആ ടാൻജന്റ് പോയിരിക്കുന്നത് അല്ലെ. പുറത്തെ പോയിന്റ്സ് ഞാൻ പുറത്തും എഴുതാം. ഈ ഏത് പോയിന്റിലാണോ ടാൻജന്റ് വന്നിരിക്കുക അത് ഞാൻ അകത്തും എഴുതാം. അപ്പൊ എ പി എന്ന പോയിന്റ് ഇവിടെ, പിന്നെ എയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ടാൻജന്റ്, ആ പോയിന്റ് ക്യൂ ഞാൻ അകത്ത് എഴുതാം. ഇനി അടുത്ത പുറത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ് അല്ലെ. അപ്പൊ ഈ പോയിന്റിനെ നമുക്ക് ബി എന്ന് എടുക്കാം. ആ ബിയിൽ നിന്ന് പിയിലോട്ടും ടാൻജന്റ് ഉണ്ട്, ഇങ്ങോട്ടും ഒരു ടാൻജന്റ് ഇല്ലേ, ആറെന്ന പോയിന്റിനെ എടുക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് ഈ സി എന്ന പോയിന്റ് എടുക്കാം. ഇത് പുറത്തല്ലേ കിടക്കുന്നത്. അവിടെ നിന്ന് ആറിലേക്കും ടാൻജന്റ് ഉണ്ട്, ക്യൂയിലേക്കും ടാൻജന്റ് ഉണ്ട്. അപ്പൊ പുറത്ത് കിടക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? എയും ബിയും സിയും. അത് ഫോം ചെയ്ത് ആ എ ബി സി എന്ന 3 പോയിന്റ്സ് ആണ് ഈ ട്രയാങ്കിളിന്റെ വേർട്ടിസസ്. ഈ ത്രികോണത്തിന്റെ മൂലകളാണ് എയും ബിയും സിയും. അത് 3ഉം പുറത്താണ് കിടക്കുന്നത്. ആ 3 പോയിന്റ്സിൽ നിന്നും തൊടുവരകൾ വരച്ചിരിക്കുന്നത് പിയിലേക്കും ക്യൂയിലേക്കും ആറിലേക്കും ഒക്കെയാണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ, ഫിഗർ മനസ്സിലായല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറയുന്നത് ഈ 2 ടാൻജൻസിന്റെ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് വന്നിരിക്കുന്ന തൊടുവരകളുടെ നീളങ്ങളുടെ തുകയാണെന്ന് കാണിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി. നമുക്കറിയാം പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി സൈഡ്സ് ആണ്. ഇവിടെ ഈ ത്രികോണം എ ബി സിയുടെ വശങ്ങൾ ഏതൊക്കെയാണ്? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണല്ലോ. ഇനി ഇതിനകത്ത് ഈ ബി സി, എ ബി അവിടെ നിൽക്കട്ടെ, ബി എ സി അവിടെ നിൽക്കട്ടെ. ഈ ബി സി എന്ന് പറയുന്നത് ബി ആറും ആർ സിയും കൂടെ കൂട്ടുന്നതല്ലേ. അപ്പൊ എ ബി പ്ലസ് ബി സിയെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. ബി മുതൽ സി വരെയുള്ളതിനെ ബി ആർ പ്ലസ് ആർ സി എന്നാക്കുക. എ സി അതേപോലെ എഴുതി. ക്ലിയർ ആയോ? ഇനി എ ബി പ്ലസ് ബി ആർ, ഈ ബി ആറിന്റെ നീളം, അതായത് ബിയിൽ നിന്ന് തുടങ്ങുന്ന ടാൻജന്റ് ആണ് അല്ലെ ബി ആർ. ആ ബി ആറിന്റെ തന്നെയല്ലേ, അതിന്റെ നീളം തന്നെയല്ലേ ബി പിയും. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. പുറത്തെ ഒരു പോയിന്റിൽ നിന്ന് 2 തൊടുവരകൾ വരയ്ക്കാം, അവയുടെ നീളങ്ങൾ തുല്യമായിരിക്കും. 2 ടാൻജൻസ് വരയ്ക്കാം, അവയുടെ നീളങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ ബി ആറിന് പകരം ബി പി എന്ന് എഴുതാവല്ലോ. അപ്പൊ ആദ്യത്തെ എ ബി അതുപോലെ എഴുതി. ഈ ബി ആറിന് പകരം ബി പി എന്ന് കൊടുത്തു. ആർ സി, ആർ സി, സി എന്ന പോയിന്റിൽ നിന്നുള്ള ഒരു ടാൻജന്റ് ആണ്. അതേ നീളം തന്നെയല്ലേ സി ക്യൂവും. അപ്പൊ സി ക്യൂ എന്ന് കൊടുത്തു. ആർ സിക്ക് പകരം സി ക്യൂ എന്ന് കൊടുത്തു. അതിന്റെ നീളം സെയിമാ.
പിന്നെ എ സി അതേപോലെ തന്നെ എഴുതി. ഇനി എ ബി പ്ലസ് ബി പി എന്താന്ന് നോക്കിക്കേ. എ ബി പ്ലസ് ബി പി, അതോ എ പി അല്ലേ? ഇത് ഒന്നിച്ചെടുക്കുക. അതിന് പകരം എ പി എന്ന് എഴുതാം. പ്ലസ് സി ക്യൂ, സി മുതൽ ക്യൂ വരെയും എ സി, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടി? എ ക്യൂവും കിട്ടിയില്ലേ? ഇനി എ പി എന്താണ്? എയിൽ നിന്ന് പിയിലേക്കുള്ള ടാൻജന്റ്. എ ക്യൂ എന്താ? എയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ടാൻജന്റ് അഥവാ തൊടുവര. അപ്പൊ ഇതെന്തായി? പെരിമീറ്റർ എന്ന് പറയുന്ന സം ഓഫ് ദി ടാൻജൻസ് ആയല്ലോ. സം ഓഫ് ദി പെർപെൻഡിക്കുലർ ടാൻജൻസ്. പെർപെൻഡിക്കുലർ ടാൻജൻസ്, ലംബമായ തൊടുവരകളുടെ തുക. മനസ്സിലായല്ലോ? അപ്പൊ പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ ലംബമായ തൊടുവരകളുടെ തുകയായി. ഇനി രണ്ടാമത്തെ പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് ഓഫ് ദ പെർപെൻഡിക്കുലർ ടാൻജൻസ് ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇവിടെ പെർപെൻഡിക്കുലർ ടാൻജൻസ് ആണല്ലോ എ പിയും എ ക്യൂയും, ലംബമായിട്ട് വന്നിരിക്കുന്ന തൊടുവരകളാണ്. അവയുടെ നീളം എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ ആരത്തിന് തുല്യമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്താ തെളിയിക്കേണ്ടത്? എ പി, പ്രൂവ് ദാറ്റ് എ പി ഈക്വൽ ടു എ ക്യു ഈക്വൽ ടു റേഡിയസ് ആർ എന്ന് തെളിയിക്കണം. ആരം ആർ എന്ന് തെളിയിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സെന്റർ ഒ മാർക്ക് ചെയ്തു. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് ഒ പിയും ഒ ക്യൂവും ആണ്. നമുക്കറിയാവുന്ന കാര്യം എന്താ? ഈ റേഡിയസും ടാൻജന്റും പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്കറിയാം. ഇത് പെർപെൻഡിക്കുലർ ആയല്ലോ അല്ലെ? അതുപോലെ ഇതും റേഡിയസ് ആണല്ലോ. ഒ ക്യൂവും എ ക്യൂവും പെർപെൻഡിക്കുലർ ആണ് നമുക്കറിയാം. ഇത് ഓൾറെഡി പെർപെൻഡിക്കുലർ ആണ്. പിന്നെ ആരങ്ങൾ തുല്യമല്ലേ? ഒ പി ഈക്വൽ ടു ഒ ക്യൂ ഈക്വൽ ടു റേഡിയസ് അഥവാ ആരമാണ്. പിന്നെ ഈ മൂന്ന് കോണുകൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ഒ പി എ ക്യൂ എന്തായി? ഒരു സമചതുരമായി. ഒ പി എ ക്യൂ ഈസ് എ സ്ക്വയർ. ഒ പി എ ക്യൂ ഒരു സമചതുരമാണ്. സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമല്ലേ? അപ്പൊ എന്തെഴുതാം? എ പി ഈക്വൽ ടു എ ക്യൂ ഈക്വൽ ടു ആർ എന്ന് കിട്ടിയില്ലേ? ഈ രണ്ട് വശങ്ങളും ആരത്തിന് തുല്യമായില്ലേ? അതുകൊണ്ട് എ പി ഈക്വൽ ടു എ ക്യൂ ഈക്വൽ ടു ആർ എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. ഒ പിയും ഒ ക്യൂയും ആറ് തന്നെയാണ്. ആൻഡ് എന്തും കൂടെ എഴുതാം? ഒ പി പെർപെൻഡിക്കുലർ എ പി, ഒ ക്യൂ പെർപെൻഡിക്കുലർ എ ക്യൂ. ആരം തൊടുവരയ്ക്ക് ലംബമാണ്. പേരെഴുതിയാൽ മതി. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ പാർട്ട് എന്താന്ന് നോക്കാം. മൂന്നാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പൊ നമുക്ക് ആദ്യത്തേതിന് പെരിമീറ്റർ കിട്ടി. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദി ടാൻജൻസ് ആണ്. അപ്പൊ പെരിമീറ്റർ ഈക്വൽ ടു നമുക്ക് ഒന്നാമത്തെ പാർട്ടിൽ നിന്ന് എന്താ കിട്ടിയത്? എ പി പ്ലസ് എ ക്യൂ എന്ന് കിട്ടി. ഈ എ പി എന്താണ്? ഇപ്പൊ കിട്ടിയത് എന്താ? എ പി എന്ന് പറയുന്നത് ആറാണ്. അപ്പൊ ആർ പ്ലസ് എ ക്യൂവും ആറാണ്. ആർ പ്ലസ് ആർ എന്താണ്? 2r. 2r എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആയില്ലേ? അപ്പോ ചുറ്റളവ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? വ്യാസം എന്ന് കിട്ടി. മനസ്സിലായല്ലോ? എഴുതി പഠിക്കുക.